ഇത്തരം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് വനറാണിയുടെ മനോഹാരിത. ഹായ് ഗൈസ്, ഇന്ന് ഈ കാടിന് നടുക്കൂടെ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയോ? കോരിത്തോടുള്ള വനറാണിയിലേക്കാണ്. ഒരുപാട് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ ഈ ഫുഡ് സ്പോട്ടിലോട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പോകുന്നത്. ഇത് ശബരിമല പമ്പ റൂട്ടാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് കാടിനുള്ളിലേക്ക് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു റൂട്ടാണ് ഇത്. അതിൽ തന്നെ നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. ശബരിമല എരുമേലി റൂട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. രണ്ട് സൈഡ് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോയ ടൈം കുറച്ച് ഉണക്കായി തുടങ്ങിയ സമയമായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി പച്ചപ്പൊക്കെ കുറവുണ്ടായിരുന്നു. മഴയുള്ളപ്പോഴോ അല്ലെങ്കിൽ അല്ലാത്ത തണുപ്പൊക്കെ ഉള്ള സീസണിൽ പോവുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും, നല്ല വൈബ് തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കൊണ്ട് കുരങ്ങന്മാരെയൊക്കെ കണ്ടു. 2-3 സൈഡിലായിട്ട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം നേരം അവിടെ വണ്ടി നിർത്തി നിന്നില്ല, കാരണം നല്ല ആനച്ചുരം വരുന്നുണ്ടായിരുന്നു. ഈ ആനച്ചുരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്മെല്ല് വരുമ്പോൾ പറയുന്നത് ആനയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാണ് പറയുന്നത്. അതുമല്ല, അതിൻ്റെ തിട്ടയൊക്കെ ആണെങ്കിൽ ആന വന്ന് ചവിട്ടി ഇളക്കിയേക്കുന്ന ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. ഇപ്പം പിന്നെ ബോഗൻവില്ലയുടെ ഒക്കെ ടൈമല്ലേ, അതുകൊണ്ട് പോണ വഴിയെല്ലാം ഇങ്ങനെ നിറയെ പോയിട്ട് കുറേ ബോഗൻവില്ലയൊക്കെ കണ്ടു. അങ്ങനെ ഫൈനലി നമ്മൾ കോരിത്തോടുള്ള വനറാണി മാതൃകാ കള്ള് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പോയ ടൈമിൽ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അവിടെ താഴോട്ട് ഇറങ്ങിയിട്ടാണ്. പിന്നെ AC നോൺ AC അങ്ങനെയുള്ള ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്പേസ് ഉണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഒരു മുന്തിരിക്കള്ളും പിന്നെ മറ്റേ ഇഞ്ചിയൊക്കെ ഇട്ടൊരു കള്ളാണ് എടുത്തത്. അത് മുന്തിരിക്കള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പയൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസിൽ ഒന്നാണല്ലോ കപ്പ. പിന്നെ പോർക്ക്, ഞണ്ട്, അങ്ങനെയുള്ള ഐറ്റംസാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഞണ്ട് ഒരുപാട് ഭയങ്കര ഹൈപ്പ് പറയാൻ വേണ്ടി ഒന്നും ഇല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പോർക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അവിടുന്ന് എണ്ണിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ പറഞ്ഞാൽ ഞാൻ പ്രൈസ് ലിസ്റ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? പരമ്പരാഗതമായിട്ടുള്ള കാനന പാതയാണ് ഇത്. ഇതിലേക്കൂടെയാണ് ശരിക്കുള്ള കാനനപാത തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. ശബരിമലയിൽ പോകാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ അതിൽ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ ആ ടൈം സീസൺ ടൈം ആയിരുന്നു. ബൈ ഗൈസ്, നമ്മൾ അങ്ങനെ ഷാപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ചു.